നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ലോക്സഭയിലെ ഓരോ കാര്യങ്ങളും വലിയ രീതിയിൽ വാർത്തയാവുകയാണ്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഭരണപക്ഷത്തിനെതിരെ കടുത്ത രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുകയും ഭരണപക്ഷം അതിനെതിരെ പ്രതികരിക്കുകയും ഒക്കെ ചെയ്തത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്തയാവുന്ന സാഹചര്യമാണ് ഉള്ളത്. ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം ഒരു സംഭവം നടന്നു. അത് ഇങ്ങനെയാണ്. അവകാശ ലംഘന നോട്ടീസിനെ കുറിച്ച് ചോദിച്ച മാധ്യമപ്രവർത്തകരോട് ക്ഷുഭിതനായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്നൊരു വാർത്ത പുറത്തേക്ക് വരികയാണ്. മാധ്യമങ്ങൾ എപ്പോഴും നിഷ്പക്ഷമായിരിക്കണമെന്നും ബി.ജെ.പിയുടെ തൊഴിലാളികളെ പോലെ പെരുമാറരുത് എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇത് ലജ്ജാകരമാണ്. കുറഞ്ഞത് അല്പം വസ്തുതാപരമായ കാര്യങ്ങളെങ്കിലും ചെയ്യാൻ തയ്യാറാകണമെന്നാണ് രാഹുൽ ഇപ്പോൾ മാധ്യമപ്രവർത്തകരോട് ആഞ്ഞടിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. സർക്കാരിന്റെ വാക്കുകൾ അതുപോലെ ഏറ്റുപിടിച്ച് ഷോകൾ നടത്തുന്നത് രാജ്യത്തോട് ചെയ്യുന്ന വലിയ ദ്രോഹമാണ്. മാധ്യമങ്ങൾക്ക് സമൂഹത്തോട് വലിയ ഉത്തരവാദിത്തമുണ്ട് എന്നും രാഹുൽ ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിക്കെതിരെ അവകാശ ലംഘന പ്രമേയം കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ നീക്കം നടത്തുന്നു എന്ന റിപ്പോർട്ടുകളെ ഉദ്ധരിച്ചായിരുന്നു മാധ്യമപ്രവർത്തകരുടെ ചോദ്യം. കേന്ദ്ര ബജറ്റിലെ ചർച്ചയ്ക്കിടെ നടത്തിയ വിവാദ പരാമർശങ്ങളെ തുടർന്ന് ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ കടുത്ത വാഗ്വാദങ്ങൾ നടക്കുകയാണ്. ഇതിനിടെയാണ് അവകാശ ലംഘന നോട്ടീസിനെ കുറിച്ച് രാഹുൽ ഗാന്ധിയോട് മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിച്ചത്. ഇന്ത്യ-അമേരിക്ക വ്യാപാര കരാർ പ്രാബല്യത്തിൽ കൊണ്ടുവന്നതോടെ കേന്ദ്ര സർക്കാർ ഭാരതമാതാവിനെ വിറ്റു എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രധാന ആരോപണം. ഈ കരാർ ഇന്ത്യയുടെ മൊത്തത്തിലുള്ള കീഴടങ്ങലാണ് എന്നും ഊർജ്ജ സുരക്ഷ യുഎസിന് അടിയറവ് വെച്ചുകൊണ്ട് കർഷകരുടെ താൽപ്പര്യങ്ങൾ ബലികഴിപ്പിച്ചു എന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. ഇന്ത്യ ബ്ലോക്ക് സർക്കാരാണ് ചർച്ച നടത്തിയിരുന്നതെങ്കിൽ ട്രംപിനോട് ഇന്ത്യയെ തുല്യമായി പരിഗണിക്കാൻ ആവശ്യപ്പെടുമായിരുന്നു എന്നും രാഹുൽ സഭയിൽ പറഞ്ഞിരുന്നു. രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതവും വ്യാജവുമാണ് എന്ന് കിരൺ റിജ്ജു വാർത്താസമ്മേളനത്തിൽ തിരിച്ചടിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും സർക്കാരിനെതിരെയും തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാനാണ് രാഹുലിന്റെ ശ്രമമെന്നും കിരൺ റിജ്ജു കുറ്റപ്പെടുത്തിയിരുന്നു. എന്തായാലും ലോക്സഭയിലെ രാഹുലിന്റെ പ്രകടനം വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടി. അതേസമയം രാഹുലിനെ ലോക്സഭയിൽ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിക്കുകയും അത് വലിയ പ്രതിഷേധത്തിലേക്ക് പോവുകയും ഒക്കെ ചെയ്തിരുന്നു. എന്തായാലും ലോക്സഭ സംഭവ ബഹുലമായിട്ടാണ് പോയത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള ഓരോ വാർത്തകളും വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്ന കാഴ്ചയും ഉണ്ടായി. ഇതിനെ പറ്റി മാധ്യമപ്രവർത്തകർ രാഹുൽ ഗാന്ധിയോട് ചോദിച്ചപ്പോഴാണ് രാഹുൽ ഗാന്ധി ക്ഷുഭിതനായത്. ഇത് വലിയ രീതിയിൽ ചില മാധ്യമങ്ങൾ രാഹുൽ ഗാന്ധിക്കെതിരെ ഉപയോഗിക്കുന്ന കാഴ്ചയും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു.